എൻ്റെ പേര് KY അസീസ്. ഞാൻ ഏലപ്പാറയിൽ നിന്ന് വരുന്നു. ഇവിടുത്തെ ഈ ചർച്ചാ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല, നമ്മുടെ ഇന്നത്തെ ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്ലാം വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള അമുസ്ലിം സഹോദരങ്ങളുടെ ഇടയ്ക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്ന് പലരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അപ്പം എന്താണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്നുള്ള ടൈറ്റിലിൻ്റെ ഉദ്ദേശശുദ്ധി? പ്രത്യേകിച്ച് ഭീകരവാദം, തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരം ഒരു ടൈറ്റിലിൻ്റെ പ്രസക്തി എന്താണെന്ന് ലളിതമാക്കിയാൽ കൊള്ളാം. മാസം ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന ടൈറ്റിലിൻ്റെ പ്രസക്തി ഇസ്ലാം വെല്ലുവിളിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്താണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നത്? ഇവിടെ ഉണ്ടായൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പച്ചത്തെറി പറഞ്ഞിട്ടൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരിക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടൊരു പുസ്തകം വരിക. ഇതിനെതിരിൽ മുസ്ലിങ്ങൾ വളരെ നയപരമായി നിയമപരമായ മാർഗങ്ങളിലൂടെ പോരാടുക. ഒരിക്കലും ഇവിടെ പ്രകോപനപരമായ ഒരു മുന്നേറ്റം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് മൊത്തത്തിലുണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നത് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ളതല്ല. സ്വാഭാവികമായി മനുഷ്യരാണ്, പല വൈകാരികാവസ്ഥകളുള്ളവരുണ്ടാകും. വൈകാരികാവസ്ഥകൾക്കനുസരിച്ച് പല രൂപത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാകും. പക്ഷേ സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായം വളരെ നിയമപരമായ മാർഗങ്ങളിലൂടെ നീങ്ങി. ഫലം ഹൈക്കോടതി അടക്കം മുസ്ലിങ്ങളുടെ വികാരത്തെയും പ്രയാസത്തെയും പരിഗണിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചു. പക്ഷെ അപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചുങ്കപ്പാറ ഒരു പേരായി മാറി. എന്താ കാര്യം? ഇതാ മുസ്ലിങ്ങളുടെ പ്രതിലോമകരമായ പ്രതികരണങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിനാകെ കലാപം നടന്നു. ഒരു ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല, വിമർശിച്ചാൽ ആകെ കലാപം. ഉദാഹരണം എന്താ? ചുങ്കപ്പാറ. ലോകത്തെ എല്ലായിടത്തും വെബ്സൈറ്റിലെല്ലാം ഇപ്പം ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെയും ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന്റെ ഒരു ഇമെയിൽ ലഭിച്ചു ഇന്ന്. അതെന്താ? ചുങ്കപ്പാറയിൽ നിങ്ങൾ വെല്ലുവിളിക്കാൻ പോണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത്, ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഭയപ്പെടുന്ന ഒരാദർശമേ അല്ല എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ തുറന്നു പറയാനും ഇസ്ലാം വിമർശനങ്ങളെ വെല്ലുവിളിക്കാനും തന്നെയാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. വിമർശനങ്ങൾ ഏതെങ്കിലും ഒരാൾ വിമർശിച്ചു പോകുമ്പോഴേക്ക് തകരുന്ന ഒരു ആദർശമാവണ്ട ഇസ്ലാം. ഞാൻ പറഞ്ഞല്ലോ, 14 നൂറ്റാണ്ടുകളായി വിമർശകന്മാരുടെ മനസ്സുകളെ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വാളെടുത്തുകൊണ്ട് പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ആ വാൾ പ്രയോഗിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാനാണ്. ഇത് ആദ്യകാല ചരിത്രം. ഇന്നും ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിമർശനങ്ങൾ ആർക്കാണ് പേടി? ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ ഭയങ്കരമായ ഊതി വീർപ്പിക്കപ്പെട്ട വിമർശനങ്ങളെല്ലാണല്ലോ ഇവിടെ ഇങ്ങനെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ടത് അല്ലേ? ആരോട് പറയുമ്പോ എന്തായിരുന്നു? ഡാനിഷ് കാർട്ടൂണിലല്ല അവതരിപ്പിച്ചത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും കാരിക്കേച്ചർ വരച്ചിട്ട് ലോകത്തൊരു മനുഷ്യൻ ചെയ്യാത്ത രൂപത്തിൽ, വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ യൂറോപ്പിലെ പത്രക്കാരോട് വളരെ പച്ചയായി നമ്മൾ പറഞ്ഞു. യൂറോപ്പിലേതടക്കമുള്ള പത്രക്കാരെ വിളിച്ചു വരുത്തി നിർത്തിക്കൊണ്ട് ദുബായിൽ വെച്ച് എനിക്ക് ലഭിച്ചൊരവസരത്തിൽ ഞാൻ അവരോട് പച്ചയായി പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ഇതാ വെല്ലുവിളിക്കുന്നു. ഇസ്ലാം ചാലഞ്ചസ് യു ടു ക്രിട്ടിസൈസ് ഇസ്ലാം ബിഫോർ ഇസ്ലാമിക് സ്ക്രിപ്ചേഴ്സ്. ഇസ്ലാമിക സ്ക്രിപ്ചറുകളുടെ മുന്നിൽ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഞങ്ങളിതാ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? സ്ഥൈര്യമുണ്ടോ? എവിടെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് സ്വകാര്യം പറയലല്ല, പ്രവാചകനെ കുറിച്ച് ചീത്ത പറയലല്ല, റസൂലുള്ളാഹിനെ പടച്ചോനെ കൊണ്ട് ചീത്ത പറപ്പിച്ചു എന്നിട്ട് കുട്ടികളെ കൊണ്ട് അത് വായിപ്പിച്ചു എന്ന രൂപത്തിൽ സാഡിസ്റ്റുകളായി
സാഡിസ്റ്റുകളായി അഭിമാനം കൊള്ളലല്ല. ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി വിമർശിക്കുക. തെളിവുകൾ വെച്ച് വിമർശിക്ക്. ഇസ്ലാമിന്റെ അടുത്ത് മറുപടി ഉണ്ടോ എന്ന് നമുക്ക് കേൾക്കാലോ. ഇത് ഞങ്ങളുടെ ആരെയും വലുപ്പമല്ല, ഈ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വലുപ്പമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും വലുപ്പ. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ പൊതുവേദിയിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കൂ, പ്രമാണങ്ങൾ വെച്ച് വിമർശിക്കൂ, ഞങ്ങൾക്ക് മറുപടി പറയാമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് മതപ്രബോധകരാണ് ഇവിടെ ഉള്ളത്?